നമസ്കാരം. നമ്മുടെ ഡ്രൈവർ കേട്ടോ, പുതിയ പ്രോ ഡ്രൈവറാണ്. ഇന്ന് ഗൾഫിലെ ഡ്രൈവറാ. മുമ്പ് ഗൾഫിലൊക്കെ കുറെ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ഓടിച്ച് ഭയങ്കര എക്സ്പീരിയൻസിലാണ്. അപ്പം ഇവിടുത്തെ ഓട്ടോമാറ്റിക് ഒന്ന് ഓടിച്ച് എന്താ അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു. ഞങ്ങള് പാലക്കാട് പോവാണ്. പാലക്കാട് കഞ്ചിക്കോട് പോവാണ്. സമീറാണ് പേര്, എൻ്റെ അടുത്ത സുഹൃത്താണ്. സമീർ എങ്ങനെയുണ്ട്? ഏകദേശം ഗൾഫ് മോഡൽ തന്നെ. ഗൾഫ് മോഡൽ തന്നെ. സ്റ്റാരിംഗ് ഒക്കെ അടിപൊളിയാണ്. സ്റ്റാറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇലക്ട്രിക് ആദ്യമായിട്ട് ഓടിക്കും. ഓക്കെ. മറ്റു വണ്ടി ഓടിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസം തോന്നുന്നു ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ? പ്രയാസങ്ങളൊന്നും, സുഖമാണ്. ഈ വണ്ടി ആദ്യമായിട്ടാണ്, വേറെ ആള് കൂടുതൽ ഓടിക്കാറില്ല. ഷുഹൈബ് മാഷ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സമീറും. നമ്മൾ ഈ വണ്ടികളെ സാധാരണ ഈ കൈവിട്ട് ഡ്രൈവിങ്ങിന് കൊടുക്കുന്നുണ്ടല്ലോ, അത് എപ്പോഴും വണ്ടികൾക്ക് അത്ര നല്ലതൊന്നല്ല. ഞങ്ങളുടെ കൂട്ടത്തില് ഞാന്, പ്രദീപ്, ഷുഹൈബ്, ഞങ്ങൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുക സമീറാൻ. പക്ഷെ അതിൽ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ആരെന്നറിയാം? ഷുഹൈബിന്റെ ആണ്. ഷുഹൈബ് മാഷ് ഡ്രൈവിംഗ് നല്ല ഭയങ്കര കൺട്രോളിങ്. വണ്ടി അത്രയും അറിയില്ല, വണ്ടി അറിയില്ല അവൻ കൊണ്ടുപോകുന്നത്. അത്രയും ശ്രദ്ധയോടെ കൊണ്ടെടുക്കുക. എൻ്റെ അത്ര സുഖം ഡ്രൈവിംഗ് കുറച്ച് ഹാർഷാണ്. പക്ഷേ ഈ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് കൊടുക്കുന്ന മാതിരില്ല, നമ്മളില്ലാതെ കൊടുക്കുമല്ലോ. അത് EV വണ്ടി കൊടുക്കാൻ കഴിയില്ല. കാരണം EV വണ്ടി ഓടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ടാറ്റ EVക്ക് ഇതിൽ ഐറ ആപ്പ് പറഞ്ഞ ആപ്പുണ്ട്. ആ ആപ്പിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ ആപ്പിലുണ്ടാവും. പിന്നെ വണ്ടിക്കും കംപ്ലൈന്റ് കൂടുതൽ ചെയ്യും. കാരണം ഒരു വണ്ടി ഒരാൾ ഓടിക്കുന്ന സിസ്റ്റം ഒരു രീതി ആവില്ല, വേറെ ആൾ ഓടിക്കും. അപ്പൊ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാല് അത് ആ വണ്ടിനെ കുറച്ച് ബാധിക്കും. അപ്പൊ ഈ ചില കമ്പനി വണ്ടികളൊന്നും പലരും റീസെയിൽ എടുക്കൂലല്ലോ, സെക്കൻഡ് വണ്ടിയിൽ എടുക്കൂലല്ലോ. കമ്പനി വണ്ടിയാണ്. എന്താ, ആ കമ്പനിയിൽ എല്ലാവരും വണ്ടി ഓടിച്ചിട്ടുണ്ടാവും, സ്റ്റാഫ് എല്ലാവരും ഓടിച്ചിട്ടുണ്ടാവും. അപ്പൊ വണ്ടിക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പണ്ടൊരു വർത്താനം, ഡോക്ടർമാരെ വണ്ടിയാണ് പറയും. സെയിൽ ചെയ്യുമ്പോ ഡോക്ടർ വണ്ടിയാണ്, വേറെ ആരും അത് തീരെ ഓടാത്ത വണ്ടിയാണ്, പരിക്കെടുക്കാത്ത വണ്ടിയാണ്. ടീച്ചർമാരത് അങ്ങനെയാണ് കേട്ടോ. മാഷ്മാർ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുകൂടെ ചേർത്ത് പറയാം. ഇതെവിടുന്നാ ഫുഡ്? എവിടുന്നാ ഫുഡ്? നമ്മള് എന്താ ഷോപ്പിന്റെ പേര് മറന്നല്ലോ. സന്തോഷ. ഓക്കെ. എന്താ സന്തോഷത്തിലെ ഫുഡ് എന്തൊരു പ്രത്യേകത? എന്താ പ്രത്യേകത? നമുക്ക് ഒരു ദോശ ആയിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, അത് 2 ചട്നി ഉണ്ട്. അടിപൊളി. അപ്പൊ അതൊരു സ്ഥിരം പോക്കറ്റായി മാറിക്കണം ഇപ്പൊ അതിലെ. റേറ്റ് കുറവല്ലേ? റേറ്റ് കമ്മിയാണ്. അപ്പൊ ദോശക്ക് എത്ര റേറ്റ് അവിടെ? ദോശക്ക് 15 റുപ്യ. 15 റുപ്യ ദോശക്കുള്ളൂ? അത് അത്യാവശ്യം വലിപ്പമുണ്ട്. വലിയ ദോശ. ചായക്കോ? ചായക്ക് 12 റുപ്യ. 12 ചായ ഇതൊക്കെ എല്ലായിടത്തും റേറ്റ് കൂടിയില്ല. ഇപ്പൊ റേറ്റ് മാറിട്ടോ. ഹോട്ടലൊക്കെ ഇവിടുന്ന് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോ ആകെ 130 റുപ്യ രണ്ടാക്കുന്നു. ശരി. നമ്മുടെ ഇവിടെ അല്ലേ പുതുശ്ശേരി, നമ്മുടെ കഞ്ചിക്കോട് BMLക്ക് തിരുണ്ടീന് കുറച്ച് മുന്നേ. കഞ്ചിക്കോട് തിരുണ്ടീന്റെ കുറച്ച് മുന്നായിട്ടല്ലേ? ഓക്കെ. പാലക്കാട് നല്ല വെയില്. മലപ്പുറം കഴിഞ്ഞോട് ജില്ല മാറിയോട് കൂടി വെയിലിന്റെ ഒക്കെ കാലാവസ്ഥക്ക് ആകെ മാറി. പാലക്കാട് നല്ല വെയിലാ. നമ്മൾ സമീറിനോട് ഞാന് ഇതിന്റെ റീജനറേഷൻ എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയില് സാധാരണ ഡ്രൈവിംഗ് ആണ്. സമീറിന്റെ ബൊലേന എങ്ങനെ ഓടിക്കണോ അതേ സ്റ്റൈലിലാണ് മോനി വണ്ടി ഓടിക്കണത്. അതിന്റെ റീജനറേഷൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, റേഞ്ച് എത്ര കൂടെ കുറെ അതിന്റെ സിസ്റ്റം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഓടിക്കുകയാണ്, ഇലക്ട്രിക് വണ്ടി ആദ്യമായിട്ട് ഓടിക്കുകയാണ്. അങ്ങനെ ഓടിച്ചിട്ട് ഏകദേശം ഒന്ന് കഞ്ചിക്കോടൊക്കെ എത്തുമ്പോഴേക്ക് എത്രയാണ് മൈലേജ് കിട്ടുന്നത് നോക്കട്ടെ. നല്ല സ്പീഡൊക്കെ കത്തിച്ച് വിടുന്നുണ്ട്. ചിലപ്പോൾ സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സ്പീഡ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീഡ് നല്ല കൂട്ടി കയറുന്നുണ്ട്, ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ എല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ പഞ്ചീവിൻ്റെ റേഞ്ച് എത്ര ഉണ്ടെന്ന് ഇന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഞങ്ങൾ സന്തോഷ് ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് കയറിയത്. അത് നമ്മൾ പറഞ്ഞ ചട്നി, ചമ്മന്തി, ഇനി ദോശ. നല്ല ശരിക്കൊരു പ്ലെയിൻ ദോശയുടെ വലുപ്പമുണ്ട്. ചെറിയ ദോശ എന്നല്ല, വലിയ ദോശയാണ്. നൈസ് ദോശയാണ്, പ്ലെയിൻ ദോശ. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ്. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് കഴിക്കല്ല, മുന്നേ കഴിച്ചിട്ടുണ്ട്. 2 ദോശ എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ വയറ് നിറയും. പിന്നെ അതിലേക്കുള്ള ചട്നിയും അതുപോലെ ചമ്മന്തികൾ കഴിക്കുമ്പോൾ തന്നെ സാമ്പാറും കൂട്ടിയാൽ നമ്മൾ അത്യാവശ്യം നന്നായി കഴിക്കും. ചായ നല്ല ലൈറ്റ് ചായ, ടേസ്റ്റുള്ള ചായയാണ്, അടിക്കാത്ത ചായയാണ്.
ഇഡ്ഡലി അപ്പം തന്നെ ഓർമ്മയുണ്ട്. ഇഡ്ഡലി ഞാൻ ഒന്നേ കഴിച്ചുള്ളൂ, സെമീർ 2 കഴിച്ചു. പിന്നെ ഇനി വരാണ്ട് നമ്മൾ ഓംപ്ലേറ്റ് വരാണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഇഡ്ഡലി എണ്ണ കുറച്ചു. നല്ല അടിപൊളി ഓംപ്ലേറ്റ്, ഡബിൾ ഓംപ്ലേറ്റ്. ഈ ഓംപ്ലേറ്റും പിന്നെ നമ്മളെ ചട്ടിനിയും കൂടെ, ആംപ്ലേറ്റും ചട്നി എന്നൊരു പ്രത്യേക കോമ്പിനേഷൻ. ഇതുവരെ അങ്ങനെ ആരും കഴിക്കാത്തൊരു കോമ്പിനേഷനായി. കാരണം എനിക്കിഷ്ടപ്പെട്ടു. നല്ല ചൂട് പാറണുണ്ടില്ല, ആവി ഇങ്ങനെ പാറണ ഓംപ്ലേറ്റ് ആണ്. അപ്പം അതിൻ്റെ കൂടെ ചട്നി ഓംപ്ലേറ്റും ഒരു സ്പെഷ്യൽ മിക്സ് ആട്ടോ. എല്ലാവർക്കും പറ്റിക്കോളന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി ആസ്വദിച്ച് കഴിച്ചത്. ഇവിടെ ശരിക്ക് റോസ്റ്റ്, ഊത്തപ്പം, ഇഡ്ഡലി, ദോശ, ചായ, കാപ്പി, അതുപോലെ പൊറോട്ട, ഒനിയൻ റോസ്റ്റ്, ഇങ്ങനെ ലൈറ്റുണ്ട്. ഇവിടെയാണ്, ഇതാണ് നമ്മുടെ പിന്നെ ദോശ. അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്, നല്ല തിരക്കാണ്. അത്യാവശ്യം വലിയ ദോശ തന്നെയാണ്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് നേരിട്ട് ലൈവായിട്ട് കാണാവുന്ന ലൈവ് ദോശയാണ്. ആവിയാണ് പറക്കുന്ന ദോശയാണ്. ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഈ വഴി പോകുന്നവർ ഒന്ന് എപ്പോഴും കയറാന്ന് ശ്രമിച്ചു നോക്കുക. സമയം ഉണ്ടെങ്കിൽ കയറി നോക്കുക കേട്ടോ. ഓക്കെ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സന്തോഷ് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. നല്ല ചട്ടിനിയും, ഇഷ്ടം പോലെ ചട്ടിനിയും, അതിൻ്റെ ചമ്മന്തിയും, പിന്നെ സാമ്പാറും, ഓംപ്ലേറ്റും ചട്നി. ഓംപ്ലേറ്റ് ചട്നി നല്ല ടേസ്റ്റാടാ. അത് നല്ല കോമ്പിനേഷനാണ്. ഓംപ്ലേറ്റും ചട്നിയും ഒന്ന് കഴിച്ചു നോക്കൊണ്ട്, നല്ല കോമ്പിനേഷനാണ്. അപ്പം ഈ കഞ്ചിക്കോട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോണ ആൾക്കാർ കഞ്ചിക്കോട് ജംഗ്ഷത്തിന് ഒരു 50 മീറ്റർ മുന്നേ ലെഫ്റ്റ് സൈഡിൽ, പാലക്കാട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഹോട്ടൽ, സന്തോഷ് ഹോട്ടൽ. വലിയ യാത്രക്കാരൊന്നും കയറുന്ന ഹോട്ടലല്ല കേട്ടോ. സാധാരണക്കാരായ ആളുകൾ ഈ പാലക്കാടുള്ള ഈ പിന്നെ അതുപോലെ വണ്ടിക്കാർ ചില ആളുകൾ കയറുന്നുണ്ട്, വണ്ടിക്കാരെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാധാരണ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഒന്ന് കയറി നോക്കുക, ഒട്ടും മോശമാവില്ല. AC റൂമൊന്നുമല്ല, ഒരു സാധാരണ പിന്നെ ഹോട്ടലാണ്, ഒരു തട്ടുകട പോലത്തെ ഒരു ഹോട്ടലാണ്. പക്ഷെ നല്ല അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റുമാണ്, ഇഷ്ടപ്പെടും. ആർക്കും, നമുക്ക് മലയാളികൾ പ്രത്യേകിച്ച് പിന്നെ മലപ്പുറംകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ഫുഡാണ്. ഈ യാത്ര ചെയ്യുമ്പോഴേ എപ്പോഴും നമുക്ക് ചെറിയ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ നല്ല മാങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ കഴിക്കാൻ നല്ല രസമാണ്. ഇത് നമ്മൾ സെമീർ നല്ല അടിപൊളി മാങ്ങ ഇന്നലെ ഇന്ന് യാത്രയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് മാങ്ങ മാത്രമല്ല, മാങ്ങയോ ചക്കയൊക്കെ ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിങ്ങനെ കൊണ്ടുവരാൽ ഈ ഞാവല്, ഈത്തപ്പഴം, നട്ട്സ്, ഇതൊക്കെ ഇങ്ങനെ യാത്രയിൽ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോരോ കഷ്ടം. ഓ, എന്താ മധുരം! ഇപ്പോഴത്തെ ഈ മാങ്ങയുടെ പ്രത്യേകത ഭയങ്കര മധുരയിക്കാം. എങ്ങനെയുണ്ട് സിമ്ര? അടിപൊളിയല്ലേ? എല്ലാം മധുരമാണ്. അപ്പൊ ഈ യാത്ര എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെറുതെ ഇങ്ങനെ സംസാരിച്ച് പോകണ കൂടെ നല്ല രസമായിട്ട് ഓരോ മാങ്ങ ഇങ്ങനെ കഴിച്ച് സംസാരിച്ച് പോകണ ആ യാത്ര ഭയങ്കര രസമുള്ള ആനന്ദകരമായ യാത്രയ്ക്കാണ്. ഈ കയ്യിൽ നീ പുറത്തിറങ്ങി വാങ്ങി കഴിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കഴിച്ചിങ്ങനെ പോകണം. അതാണ് യാത്രയുടെ രസം. അടിപൊളി. നമ്മൾ സിമറ വണ്ടി ഓഫ് ആക്കുമ്പോഴേ ആദ്യം ഇത് പാർക്കിംഗ് ആക്കുക, ആക്കുക. ഓക്കെ, പാർക്കിങ്ങിലായി. ഇനി ആ ബട്ടൺ, നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ബട്ടൺ ഒന്നമർത്തുക. ബസ് റെഡി. ഓട്ടോമാറ്റിക് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ആയി. ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക് ആയി. നമ്മളൊന്നും ചെയ്യണ്ട, ഹാൻഡ് ബ്രേക്ക് ആയി. വണ്ടി അടഞ്ഞ് ഒന്നും എടുക്കും പോലെ വണ്ടി. വട്ടപ്പറമ്പിൽ നിന്ന് കഞ്ചിക്കോട് ഏകദേശം 95.96 കിലോമീറ്റർ ഓടി. നമുക്ക് ചിലവായത് 26%. അപ്പോൾ ആവറേജ് ഒരു 3.7 370 കിലോമീറ്റർ റേഞ്ചിൻ്റെ ഒരു ആവറേജ് കിട്ടിയിട്ടുണ്ട്. 3.7 3.6 വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സെമീറാണ് വണ്ടി ഓടിച്ചത്. ആദ്യമായിട്ട് EV വണ്ടി ഓടിക്കുകയാണ്. അതിൻ്റെ യാതൊരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ അത് നോക്കി ഓടിക്കുമ്പോൾ ഇത് വരും, കൺഫ്യൂഷൻ വരും. അപ്പോൾ വേണ്ട വെച്ചിട്ട് മൂപ്പര് സാധാ സ്വതസിദ്ധമായ രീതിയിൽ ഓടിച്ചു. അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഓടിച്ചു. എന്നിട്ട് നമുക്ക് ആവറേജ് എനർജി കൺസംപ്ഷൻ AC 111 വന്നിട്ടുള്ളൂ. ഈ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി നോക്കി അറിയാം. ഇത് പക്ഷെ എപ്പോഴും ഒരേപോലെ അല്ല. എന്തായാലും ഒരു 350 330 40 മേലാണ് എപ്പോഴും മൈലേജ് കിട്ടിയിട്ടുള്ളൂ. അതിൽ താഴെ മൈലേജ് വന്നിട്ടില്ല. പുതിയ 5EV നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അത് പുതിയ ഡ്രൈവർക്കാണെങ്കിൽ പോലും, ആദ്യമായിട്ട് EV ഓടിക്കുന്ന ഡ്രൈവർ ഓടിച്ചിട്ട് പോലും നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്.
ഞങ്ങൾ കഞ്ചിക്കോട് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു അടിപൊളി ഫാമുണ്ട് മണ്ണാർക്കാട് നിന്ന് കുറച്ച് ഉള്ളോട്ട് പോയിട്ട് ബലിയാട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ ഫാമിലൊന്ന് കയറി. അവിടെ ഇഷ്ടംപോലെ നല്ല ഫലവൃക്ഷങ്ങളാണ്. നല്ല പിന്നെ റംബുട്ടാനും മാംഗോസ്റ്റിനും അതേപോലെ തന്നെ അടക്കാപ്പഴം, ചക്ക, മാങ്ങ ഒക്കെ നല്ല അടിപൊളി വെറൈറ്റി കേട്ടോ. നല്ല ഇളനീര് ഒക്കെ ഇങ്ങനെ കഴിച്ച് നമുക്ക് ഒന്ന് പിന്നെ കറങ്ങാനുള്ള ഏരിയ ഉണ്ട് അവിടെ. അത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ അതിനുള്ളൊക്കെ മൊത്തം ഒന്ന് കറങ്ങി കണ്ട് നമുക്ക് നല്ല അടിപൊളി ഒക്കെ നേരിട്ട് മരത്ത് മുതൽ അറുത്തിട്ട് അപ്പം കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഫ്രഷ് ഫ്രഷ് ദുരിയാന് അവരെടുത്ത് വെച്ചോളാം. ഇത് കഴിച്ചു നോക്കി പറ്റിനിക്ക് മാത്രം ഒരു ഭാഗത്ത് ഇതാക്കിയത് വൈറസ് എടുത്തരാട്ടോ. ഇതാണ് സാന്തോൾ. ഇത് വേറെ ഒരു വെറൈറ്റി ഉള്ള സാന്തോള്. സാധാ അല്ലത്. ഇതിന്റെ പേരെന്താ? ഇത് വേറെ മോഡലാണ്. വേറെ മോഡലാണ് അല്ലേ? സാന്തോള്. നമ്മൾ ഈ പേരിങ്ങനെ കേട്ടിട്ടുണ്ട് സാന്തോള് സാന്തോള് എന്ന്. പക്ഷേ ഇത് തോല് ഒഴിവായിട്ട് കഴിക്കാം. ഈ വെള്ള കഴിക്കാം. ഇതിന്റെ വെള്ളഭാഗം നമുക്ക് കഴിക്കല്ലേ? കഴിച്ചോട്ടെ. സാന്തോള് സാന്തോളാണ്. സാന്തോള് ശരീരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ്. പുളിയുണ്ടോ വെച്ചാൽ പുളിയുണ്ട്, മധുരം ഉണ്ടോ വെച്ചാൽ മധുരമുണ്ട്. ഷുഗർക്ക് കലം പറ്റും കേട്ടോ, കാരണം അതിനുള്ള മധുരമേ ഉള്ളൂ സാധനം. കൊള്ളാം. എങ്ങനെയുണ്ട്? അടിപൊളി. ആ മരത്തിൽ നിന്ന് അറുത്ത് പറഞ്ഞാലേ രസം. എല്ലാം മധുരം. ഷുഹൈബും പ്രതിഭം കാണണ്ട. ഇത് കണ്ടഞ്ഞിട്ട് വരേണ്ടി വരും. അടുത്ത യാത്ര കണ്ടേക്കാണോ? ഇത് ഈ വൃന്ദാവൻ ഗാർഡൻ എന്ന് പറയുന്നത് 14 ഏക്കർ സ്ഥലം, മുഴുവൻ ഫലവൃക്ഷങ്ങൾ, മിൽക്ക് ഫ്രൂട്ട് പോലെയുള്ള, അതുപോലെ ദുരിയാൻ പോലെയുള്ള അപൂർവം ഫലങ്ങളൊക്കെ ഉള്ള ഒരു 14 ഏക്കറുള്ളൊരു തോട്ടമാണ് ഇത്. ആരെന്ന് വെച്ചാലേ നമ്മുടെ യൂണിവേഴ്സലിൻ്റെ MD, പാപ്പിലിയോ പാർക്കിൻ്റെ MD പൂളക്കുണ്ടൻ അസീസ് ഖാൻ്റെ, അബ്ദുൽ അസീസ് പൂളക്കുണ്ടൻ്റെ സ്ഥലമാണ്. ഈ അസീസ് ഖാൻ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്, ആദരവോടെ. അതിന് കാരണം എന്താ വെച്ചാലേ നമ്മൾ മനുഷ്യന്മാർക്ക് കിട്ടുന്ന അപൂർവം ചില സൗഭാഗ്യങ്ങൾ കിട്ടിയ ഒരാളാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ, ഞാൻ അറിയുന്ന ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏകദേശം എൻ്റെ അറിവനുസരിച്ച് 97 രാജ്യങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, 97 രാജ്യങ്ങൾ ഒരു മനുഷ്യായുസിൽ ഇതുവരെ അയാൾ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. എന്തായാലും എൻ്റെ ഉടൻ താമസിയാതെ ഒരു വീഡിയോ, ഞാൻ അസീസ് ഖാൻ്റെ ഒരു വീഡിയോ, മൂപ്പരെ അനുഭവങ്ങൾ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പര് എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അത് മാത്രമല്ല ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അസീസ് ഖാൻ്റെ തോട്ടത്തിലാണ് ഞങ്ങളുള്ളത്.